അഗസ്റ്റിൻ ജോസഫിൻ്റെ കണ്ണാടിപ്പുഴ വിൽപ്പനയ്ക്ക് എന്ന ദീർഘകാവ്യത്തിൽ നിന്നും ഒരു ഭാഗം. വായന എ.ജെ. മുഹമ്മദ് ഷഫീർ. ചന്ദനത്തടത്തിലെ കാരണവർ ചൊല്ലി ആശാൻ എൻ്റെ പേരക്കിടാവിന് 4 അക്ഷരം പറഞ്ഞു കൊടുക്കണം. വായിരത്തേക്ക് വലതുകാൽ വച്ചു കയറി. അപ്പോൾ വിറച്ചിരുന്നു. പേരക്കിടാവ് സരസ്വതി, ചുവടുകൾ ഉറച്ച നൃത്തക്കാരി, കണ്ണാടി പോലെ തെളിഞ്ഞ ശബ്ദമുള്ളവൾ, പുഴകളിൽ മുടിയഴകു ചീകുന്നവൾ, കൂട്ടുപുരികത്തിനു താഴെ പട്ടം പറന്ന് ചരടു പൊട്ടിയുടക്കിയ പേടിയോടെ 2-ാമത്തെ മാസം അവൾ പറഞ്ഞു, ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട്. ദേവസി പേടിച്ചു പേടിച്ച് ഇടിവെട്ടിൽ കൂണുകളിൽ പൊട്ടിവിടർന്നു. പള്ളിമുഖപ്പിൽ തറഞ്ഞ് ഉലർന്നു. ചൂടുള്ള ഒരു നോട്ടം ഒരു ജന്മത്തിലെ മുഴുവൻ തണുപ്പും അകറ്റുന്നു. ഉത്തരരാമചരിതം വായിക്കുമ്പോൾ പുതിയ പുണ്യത്തിൻ്റെ വണ്ടുകൾ അവൾക്കു ചുറ്റും പറന്നുപാടി. 3-ാമത്തെ മാസം അവൾ പറഞ്ഞു, ഒരു സംബന്ധാലോചന നടക്കുന്നു. വരണ്ട പേടിയോടെ ദേവസി ചോദിച്ചു, എന്ത്? സരസ്വതി പതുക്കെ പറഞ്ഞു, ബിലാത്തിയിലൊക്കെ പോയി വന്ന ആളാ. എന്നിട്ട് സരസ്വതി എന്തു പറഞ്ഞു? അമ്മാവനൊക്കെ നന്നേ ഇഷ്ടായി. ഒരു മുടി പെട്ടെന്ന് നരച്ചു. എന്നാ പുടകൊട? മേടം കഴിഞ്ഞിട്ട് മതിയെന്നാ എല്ലാവരും പറയണേ. സരസ്വതിക്ക് ഇഷ്ടായോ? എല്ലാവർക്കും നല്ലോണം ഇഷ്ടായി. കടുത്ത ഒരു വാക്ക് ഒരു ജന്മത്തെ ആണിയിൽ തറച്ചു തൂക്കുന്നു. കുനിഞ്ഞ മുഖത്തോടെ അവൾ നിൽക്കുന്നു. അന്ന് പടിയിറങ്ങുമ്പോൾ ദേവസി തുടയെല്ലുവരെ വിറച്ചു. സരസ്വതിയെ പിന്നെ അവൻ കണ്ടില്ല. തലപൊള്ളിയ ആമയെപ്പോലെ അസ്തിത്വത്തിൻ്റെ കഠിനവേവിൽ പൂഴ്ന്ന് തൊണ്ടുവരെ ആത്മാവ് പതയുന്ന ഭ്രാന്തിനെ വെന്ത ചുണ്ടുകൊണ്ട് നുണഞ്ഞ് ജീവിതം മുഴുവൻ പാകി നെയ്തൊരുക്കിയ കച്ചവട നഷ്ടത്തിൽ തകർന്ന് ചുടുകാട്ടിൽ അവൻ നടക്കുന്നു. വ്യാധിക്ക് മരുന്നുണ്ടാക്കാം, വെറുതെ എങ്കിലും. വിധിക്ക് എന്തുണ്ടാക്കും, വെറുതെ എങ്കിലും. വിശ്വസിച്ച ദൈവങ്ങളുടെ കൽക്കെട്ടുകൾക്കിടയിൽ ചുമടു താങ്ങിക്കടിയിൽ എന്ന പോലെ അവൻ അങ്ങനെ കിടക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം അവൻ വിചാരിക്കുന്നത് ഒന്നുമല്ല. നാം വിചാരിക്കുന്നത് ഒന്നും ശരിയല്ല. ആര് വിചാരിക്കുന്നതും ശരിയല്ല. വിചാരങ്ങളിൽ ശരി വരില്ല.